കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് നേരിട്ട സംഭവത്തിൽ MP ഷാഫി പറമ്പിലിനടക്കം 7 കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഇന്നലെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഷാഫിയുടെ മൂക്കിന് താഴെ പരിക്കേറ്റത് UDF ക്യാമ്പിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് KSU സംസ്ഥാന സെക്രട്ടറി അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് പിണറായി വിജയനെന്നും തന്നെ ഞങ്ങൾ ആണിയടിച്ച് തളയ്ക്കുമെന്നും അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാക്കുകൾ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതും കേരള രാഷ്ട്രീയത്തിലെ പ്രതിഷേധ ഭാഷയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതുമാണ്. സംസ്ഥാനത്ത് പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് പേരാമ്പ്രയിൽ ചോര വീഴ്ത്തിയുള്ള ഈ സംഘർഷം അരങ്ങേറിയത്. ഭരണകൂടത്തിന്റെ പോലീസ് നയം ചോദ്യം ചെയ്യപ്പെടുകയും രാഷ്ട്രീയ പകപോക്കലിന്റെ ഉപകരണമായി പോലീസ് മാറിയെന്ന വിമർശനം ശക്തിപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. പേരാമ്പ്രയിലെ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ട് CKJ കോളേജിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ആഹ്ലാദ വിജയ പ്രകടനമായിരുന്നു. UDSF സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ പ്രകടനമാണ് പോലീസ് തടയുകയും ചെയ്തത്.